ഹായ് മക്കളെ, അങ്ങനെ നാളെ മോഡൽ എക്സാമിൻ്റെ അവസാനത്തെ പരീക്ഷയായിട്ടുള്ള മാത്സ് വരികയാണ്. നിങ്ങൾ പഠിച്ച് തീർന്നോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ പഠിച്ച് തീർന്ന കുട്ടികൾക്കും പഠിച്ച് തീരാത്ത കുട്ടികൾക്കും മാത്സിലെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നാളെ നിങ്ങൾക്ക് A+ കുറഞ്ഞൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആദ്യത്തെ പാഠം സമാന്തര ശ്രേണികൾ എന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ഫസ്റ്റ് പാഠത്തിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം ഈ പാഠത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. ആൻഡ് അത് പൊതുവ്യത്യാസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിൽ എന്താണ് 5, 10, 15 എന്നുള്ളതിൽ നിന്നും 10ാമത്തെ പദം ഏതാണെന്ന് എഴുതാനും, അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതാണെന്നാണ് കണ്ടാൽ തന്നെ നമുക്കറിയാം 25 ആണല്ലേ പൂർണ്ണവർഗം വരിക. ആൻഡ് ഇതായിരിക്കും ഫസ്റ്റത്തെ ചോദ്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഇനി രണ്ടാമത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇതുപോലത്തെ ഒരു ചോദ്യമാണ്. 7ാമത്തെ പദം തന്നിട്ടുണ്ട് 48ഉം, അതേപോലെ തന്നെ 13ാമത്തെ പദം 66ഉം തന്നിട്ട് പൊതുവ്യത്യാസം എത്രയെന്നും മറ്റൊരു പദവും ചോദിക്കും. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് എസ്പെഷ്യലി മോഡൽ എക്സാമിന് ഒത്തിരി തവണ വന്ന ചോദ്യമായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല. ആൻസേഴ്സ് ഇതുപോലുള്ള മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ 7 മണിക്ക് തുടങ്ങുന്ന ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇനി പറ്റാത്ത ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി മൂന്നാമതായിട്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് ഓൾജിബ്രേക്ക് ഫോം, ഇവിടെ ഞാൻ ഇട്ടത് ഓൾജിബ്രേക്ക് ഫോം തന്നിട്ട് പൊതുവ്യത്യാസവും ഫസ്റ്റ് പദവും കണ്ടെത്താനുള്ള ചോദ്യമാണ്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പൊതുവ്യത്യാസവും ആദ്യ പദവും തന്നിട്ട് ഓൾജിബ്രേക്ക് ഫോം ബീജഗണിത രൂപം തരാറുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ഓരോ പദത്തെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും ശിഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. 2024 ഇതിലൊരു പദമാണെന്നും ചോദിച്ചിട്ടുണ്ട്. 2024 ഇതൊരു പദമാണെങ്കിൽ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്താണോ ശിഷ്ടം കിട്ടുന്നത് അത് തന്നെ ആയിരിക്കണം അല്ലേ. ഓരോ പദവും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടമാണ് ഒരു സമാന്തര ശ്രേണിക്ക് കിട്ടുക എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, തുകയുടെ കേസിലേക്ക് എടുക്കുമ്പോൾ തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് ആദ്യ പദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പൊതുവ്യത്യാസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യ പദത്തിന്റെ കേസിൽ n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. സോ 1 + 12 13 ആയിരിക്കും ആദ്യ പദം. ആൻഡ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് n-ന്റെ ഗുണകം എന്താണോ, കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും. ഇവിടെ n-ന്റെ ഗുണകം 1 ആണ്, അപ്പോൾ കോഎഫിഷ്യന്റ് അതിന്റെ ഡബിൾ 2 ആയിരിക്കും പൊതുവ്യത്യാസം. അതേപോലെ തന്നെ എന്താണ്, എത്ര ടേമുകളാണ് 364 കിട്ടുക എന്നുള്ളത് അതെന്തായിരിക്കും, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യണം. n² + 12n = 364 നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണെന്നായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, n-ന്റെ സ്ഥാനത്ത് 20 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ പിന്നെ അവസാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഈ സമ്മിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ചോദ്യമാണ്. പലതരത്തിലുള്ള, ഇവിടെ നമുക്ക് ആദ്യത്തെ 7 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പദം എന്ന് പറയുന്നത് അതിന്റെ മധ്യപദം ആയിരിക്കും അല്ലെ, 140/7 ആയിരിക്കും. സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ പദം എന്ന് പറയുന്നത് 440 ഹരിക്കണം 11 ആയിരിക്കും. പിന്നെ കോമൺ ഡിഫറൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്. ആ ലെവലിലുള്ള തുകയുടെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ ഉണ്ടാവും എന്തിൽ, സമാന്തര ശ്രേണിയിൽ. ഇതുകളിൽ നിന്നാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഇനി സർക്കിൾസിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം എന്താണ്, ഇതേപോലത്തുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ത്, സർക്കിളിന്റെ ആംഗിളുകൾ കണ്ടെത്താന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പല തവണ ചോദിച്ച ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. പിന്നെ സർക്കിളിൽ എന്താണ്, ഇന്റർസെക്ടർ PA × PB = PC × PD വെച്ചിട്ടുള്ള ചോദ്യം പല തവണ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വരക്കാനുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് സർക്കം റേഡിയസ് തന്നിട്ട് 2 ആംഗിളും തന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ആൻഡ് വരക്കാനുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ഓൾറെഡി എന്തായിരിക്കും, ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് SSLCക്ക് വരക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ പക്ഷെ എന്താണ്, ഒരു അർദ്ധവൃത്തത്തിന്റെ കേസ് വരും. അപ്പോൾ ഇവിടെ PA × PB = PC × PD പകരം PC² ആക്കിയാൽ മതി. പിന്നെ വരക്കാനുള്ള ഒരു ചോദ്യം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ, അതായത് 15 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരക്കാനാണ്. അത് മറ്റേ ചോദ്യം തന്നെയാണ്. എന്ത്, ആദ്യം ചതുരം വരച്ചിട്ട് സമചതുരം വരക്കാനും ഇതേ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് വരിക. ഇതാണ് സർക്കിൾസിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് 3 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്നൊരു സിമ്പിൾ ചോദ്യം,
ഒരു 2 അക്ക നമ്പർ തന്നിട്ട് 2 ഡിജിറ്റും സെയിം ആണെന്നുള്ളത്, അതേപോലെ തന്നെ എന്താണ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്, അതൊരു പൂർണ്ണവർഗമാവാനുള്ള സാധ്യത 90 എണ്ണാണ് ടോട്ടൽ നമ്പർ ഉണ്ടാവുക, ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ജ്യാമിതീയ പ്രോബബിലിറ്റിയിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ കണ്ണടച്ച് ഡോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വരയിട്ട ഭാഗത്താണ് വരേണ്ടതെങ്കിൽ എന്തായിരിക്കും, വരയിട്ട ഭാഗത്തെ ഏരിയ പരപ്പളവ് ബൈ ടോട്ടൽ പരപ്പളവായിരിക്കും. പിന്നെ ദ ക്ലാസിക് ക്വസ്റ്റ്യൻ എന്താണ്, സ്കൗട്ടും ഗൈഡുമുള്ള കേസിൽ എത്ര പോസിബിൾ സെലക്ഷൻ ഉണ്ട്, 2 സ്കൗട്ടും 2 ഗൈഡ് ആവാനുള്ളതും 1 സ്കൗട്ടും 1 ഗൈഡ് ആവാനുള്ളതും കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, റൈറ്റ്. ഈ 3 സമാന്തര ശ്രേണി എന്നുള്ള പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ കേസിൽ ഒത്തിരി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ എന്താണ്, ഇതേപോലെ തന്നെ ഇക്വേഷൻസ് ഫോം ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്ത x+2 ആയിരിക്കും. അപ്പോൾ x × x+2 = 143 ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ചിലപ്പോൾ എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണെങ്കിലോ ഒന്ന് എക്സും അടുത്തത് എന്തായിരിക്കണം, x+8 ആയിരിക്കണം. അത് ഗുണിച്ചാൽ 768 കിട്ടും അടുത്ത ടൈപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അറിയാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. x² + 2x കൂടെ എന്ത് നമ്പർ ആഡ് ചെയ്താലാണ് എന്ത് ചെയ്യുക, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നുള്ളത്. അത് നമുക്കറിയാം. ഈ 2യുടെ നേരെ പകുതി 1, ആ 1ൻ്റെ സ്ക്വയർ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളോട് ഇത് സോൾവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പെരിമീറ്റർ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇവിടുന്ന് വരാറുണ്ട്. അതാണ് എന്തുള്ളത് കേസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ട്രിഗണോമെട്രിയുടെ കേസിൽ 3 പാർട്ടായിട്ടാണ് ബേസിക്കലി വരിക. ഒന്ന് ഇതേപോലെ തന്നെ ആംഗിൾ 45, 45, 90 അല്ലെങ്കിൽ 30, 60, 90 വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ടൈപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. അവിടെ തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് വൃത്തത്തിന് എന്താ പറയുക, റേഡിയസ് ഓഫ് ദ സർക്കിൾ വെച്ചിട്ടുള്ള എന്തായിരുന്നു, റേഡിയസ് ഓഫ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് BC = 2r × സൈൻ ഓഫ് ആംഗിൾ എ, സൈൻ ആംഗിൾ എ ആയിരിക്കും. BC = എന്താണ്, റേഡിയസിൻ്റെ ഡബിൾ ഇൻറ്റു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് എന്തുള്ളത്, നിങ്ങൾക്ക് പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഒരു ഏകദേശ പിക്ചർ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയാണ് ട്രിഗണോമെട്രി എന്ന് വരിക. ഇനി നമ്മളെ കോർഡിനേറ്റ് സൂചക സംഖ്യകളിലേക്ക് എത്തുമ്പം ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും, പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള ചോദിക്കാം. ഒന്നാമത്തെ കേസ് ഗ്രാഫ് വരച്ചിട്ട്, അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ y ആക്സിസിൽ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം ചോദിക്കാം. 3 ചോദ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗ്രാഫ് വരച്ച് പോയിന്റ് മാർക്ക് ചെയ്യാൻ ചോദിക്കാം, എക്സ് ആക്സിസിൽ ഏതാ y ആക്സിസിൽ ഏതാന്ന് ചോദിക്കാം, 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, എതിർമൂലകൾ തന്നിട്ട് ബാക്കി 2 എണ്ണത്തിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുന്നത് ചോദിക്കാം. ഓക്കെ, റൈറ്റ്. ഇതിൻ്റെ ഇവിടെ എന്താണ്, ഒരു സ്ക്വയർ ആണെന്ന് മാത്രമാണ് ഇവിടുത്തെ ഉള്ള വ്യത്യാസം. പിന്നെ ഇതുപോലത്തെ എന്താണ്, കുറച്ചും കൂടെ ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഈ പാഠത്തുനിന്ന് ചിലപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാവുന്നതാണ്. യെസ്, തൊടുവരകൾ എത്തുമ്പം തൊടുവരകളിൽ എന്താണ്, ഫസ്റ്റ് തൊടുവരകളുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കണം. ആൻഡ് അതിനുശേഷം ഇത് രണ്ടും എന്താണ്, ആ ഒരു അതേ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വരക്കാനുള്ള ചോദ്യങ്ങളാണ്. ഒരു വൃത്തം വരച്ചിട്ട് 7 സെൻറ്റിമീറ്റർ അകലെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. വരക്കാനുള്ള ചോദ്യം 5:30 ഈ ചാനലിൽ തന്നെ അപ്പാവുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ പറയുക, സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ട് 2 ആംഗിളും തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഓൾ സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ ആണ്. അതായത് സൈഡുകൾ വശങ്ങളിൽ ടച്ച് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം, അത് അന്തർവൃത്തമായിരിക്കണം. ഇൻ സർക്കിൾ വരക്കാനുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്തുണ്ട്, ഒരു വശവും 2 ആംഗിളും തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വരക്കാനുള്ള ഇതും അഷൽ സാർ വൃത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ വരക്കാനുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ എന്തായിരിക്കും 3 സൈഡാ തരിക, ചിലപ്പോൾ 3ഉം എന്തായിരിക്കും ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നൊക്കെ പറയില്ല. 3 വശവും സെയിം ആണ്, അഥവാ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണാണെന്നും പറഞ്ഞിട്ട് നിങ്ങളോട് വരക്കാനുള്ള ചോദ്യം ചോദിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. PB × PC = PQ × PR ആണ്, അല്ലെങ്കിൽ PA² ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യം വരും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ടാൻജൻസിൻ്റെ നീളം സെയിം ആണ് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നുള്ള SD = SC അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് തൊടുവരകളിൽ നിന്നും നിങ്ങൾക്ക് അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഘനരൂപങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ് എന്ത്, ആദ്യം
ഇതേതാണ് കോണിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോണിൽ നിന്നും നിങ്ങൾക്ക് എന്തായിരിക്കും ബേസ് റേഡിയസ് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ചോദിക്കും. ഇതേപോലെ തന്നെ പിരമിഡ് എന്നും ചോദിക്കും. പിരമിഡ് എന്നും എന്താണ് ഒന്നുകിൽ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ വോളിയം എന്നുള്ള രീതിയിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് ഫിഗർ ചോദിക്കാം. ഓക്കെ, അതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സ്ഫിയറിൻ്റെ കേസിൽ, ഗോളത്തിൻ്റെ കേസിൽ അതിൻ്റെ സർഫസ് ഏരിയയും വോളിയവും ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളും കണ്ടുവരാറുണ്ട്. ഗോളത്തിൻ്റെയും ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇനി ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ എത്തുമ്പം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ് ഒരു വരയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് എ ലൈനും ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അതേപോലെ തന്നെ വരയുടെ വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഗ്യാപ്പ് എല്ലാം ഈക്വൽ ലെങ്ത് ആകുമ്പോൾ എന്താണ് ഇത് 1 നിന്നും 2ലേക്ക് 3ലേക്ക്, അപ്പോൾ ഡി എന്തായിരിക്കും 4 ആയിരിക്കും എക്സ് കോഡ്, ഇത് 3 5 7 ഇത് 9 ആയിരിക്കും. ഇങ്ങനെയാണ് ഡിയുടെ കോർഡിനേറ്റ്. ബാക്കി സ്ലോപ്പും ഇക്വേഷൻ തന്നെ കാണാനാണ്. പിന്നെ ഒരു പാരലലോഗ്രാമത്തിൻ്റെ 3 പോയിന്റുകൾ തന്നിട്ട് 4ാമത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിക്കും. ഇതും ആഡ് ചെയ്തിട്ട് ഇത് കുറച്ചുകൊണ്ട് ചെയ്യുന്നതാണ് 4th ക്വസ്റ്റ്യൻ. പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. പോളിനോമിയൽസിൻ്റെ കേസിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് x² - 16 2 ഫസ്റ്റ് ഡിഗ്രിയിലേക്ക് ആക്കാൻ. ഇത് നമുക്കറിയാം 16 4² ആണെന്നുള്ള. അപ്പോൾ എന്തായിരിക്കും x+4 × x - 4 ആയിരിക്കും അത് വരിക. പിന്നെ അത് ക്ലാസിക് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, P(2) കാണാം, P(x - P(2) കാണാം, അതെന്ത് ചെയ്യുക Product(2) ഫസ്റ്റ് ഡിഗ്രിയിലാക്കാം. ഇത് തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ പോളിനോമിയലിന് നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ k കണ്ടുപിടിക്കാൻ ചോദിക്കുക. ഇഫ് x - 1 is a factor, find the value of k. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ x - 1 ഫാക്ടർ ആണെങ്കിൽ P(1) എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്താൽ k വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്സ് നിന്നും 2 ചോദ്യങ്ങളാണ്. ഒന്ന് ഡയറക്റ്റ് മീനും മീഡിയനും കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്താണ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദ്യം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എന്താ അസെൻഡിങ് ഓർഡറിൽ തന്നിട്ട് മിഡിൽ ടേം എക്സ് കൊടുത്തിട്ട് മീനും തരും, എന്നിട്ട് എന്താ എക്സ് എന്ന് ചോദിക്കും, അത് ഡയറക്റ്റ് മീൻ തന്നെയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ 72 മാർക്ക് ഉറപ്പാണ്. ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, അവർക്കും കൂടെ എന്ത് ചെയ്യട്ടെ ആശ്വാസമാട്ടെ. എന്ന് മാത്രമല്ല ഇതൊക്കെ ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ ലൈവിൽ സെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ബൈ.